ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ പരിപാടി കുറച്ച് ചിരട്ടക്കരി ഉണ്ടാക്കലാണ് കേട്ടോ. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു ചിരട്ടക്കരി ഉണ്ടാക്കുന്ന ഷോർട്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ സംഭവം പാളിപ്പോയിട്ടാ, നല്ല അടിപൊളിയായിട്ട് പാളിപ്പോയി. ചിരട്ടക്കരിക്ക് പകരം ഞങ്ങൾക്ക് കിട്ടിയത് കുറെ ചാരം മാത്രം ഉണ്ടാ. അപ്പോ അനുഭവത്തിൽ നിന്ന് പഠിക്കാന്ന് പറഞ്ഞ പോലെ ആ ഒരു സമയത്ത് ഞാൻ ചിരട്ട കത്തിച്ച് വെച്ചിട്ട് ചുമ്മാ അത് കത്തിക്കോട്ടെ എന്ന് പറഞ്ഞ് മാറിയെന്ന് കുറെ കഴിഞ്ഞ് നോക്കിയപ്പോ കുറെ ചാരം മാത്രം. അപ്പോൾ ഇപ്രാവശ്യം നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ചു കുറച്ച് ചിരട്ടയൊക്കെ പൊട്ടിച്ചിതാ മണ്ണെണ്ണ വെച്ച് തീ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് പകുതിയോളം കത്തിക്കഴിയുമ്പോഴത്തേനും നമ്മൾ വെള്ളം ഒഴിച്ചത് കിടത്തിക്കഴിഞ്ഞാൽ ഒരു കനൽ കിട്ടും, അടിപൊളിയായിട്ട് അത് കിട്ടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ നമ്മുടെ ചിരട്ട ഇതാ നന്നായിട്ട് കത്തുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇന്നലത്തെ ചിരട്ടക്കരി പാളിപ്പോയിട്ട ഗൈസ്. അപ്പൊ ഇതാ ഞങ്ങൾ വീണ്ടും ചിരട്ടക്കരി ഉണ്ടാക്കാൻ പോണേണ് നമ്മുടെ ഓർക്ക് നടാൻ വേണ്ടിട്ട്. അപ്പൊ ഇന്ന് കൂടെ നമ്മുടെ ആമിക്കുട്ടി ഉണ്ട്, പിന്നെ കുഞ്ഞാറ്റി ഉണ്ട്. അപ്പൊ ഒരു 2-3 ചിരട്ടകൾ ഉണ്ടെങ്കിലേ കുറച്ച് കനല് കിട്ടുള്ളൂ കേട്ടോ നമുക്ക്. അപ്പൊ ഞാൻ കുറച്ച് ചിരട്ടയും കൂടി ഇതാ കല്ല് കൊണ്ടൊക്കെ നല്ല ഇടിച്ച് പൊട്ടിച്ച് അതിനകത്തേക്ക് ഇടാൻ പോണേ കേട്ടോ. അന്ന് ഞാൻ ശരിക്കും വെറും ഒരു 2 ചിരട്ട മാത്രം കത്തിച്ചിട്ടാണ് കേട്ടോ നോക്കിയത്. അതുകൊണ്ടാണ് സംഭവം ശരിക്കും പാളിപ്പോയത്. അപ്പൊ ഇത് അത്യാവശ്യം നല്ലോണം കത്തുന്നുണ്ട്, മണ്ണെണ്ണ വെച്ചുകൊണ്ട് തന്നെ കത്തുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിന് വെള്ളമൊക്കെ വെച്ച് കിടത്തിയിട്ട് ആ കനല് തോണ്ടി മാറ്റിയെടുക്കാം. എന്നാലേ നമുക്ക് നമ്മുടെ ഓർക്കിഡ് വളരെ നല്ല ഫലപുഷ്ടിയായിട്ടുള്ള കനല് കിട്ടുള്ളൂ. അപ്പൊ അത് ചിരട്ട എല്ലാം കത്തിക്കഴിഞ്ഞിട്ട് ഞാൻ വെള്ളം വെച്ച് കിടത്തുന്നുണ്ട് കേട്ടോ. ആമി അവിടെ നോക്കിയിട്ടുണ്ട് കേട്ടോ, ആമിനെ ഹെൽപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് വന്ന് നിൽക്കുന്നുണ്ട്. പിന്നെ ഇന്ന് കുഞ്ഞാറ്റി ഉണ്ട്. അപ്പൊ ഈ കനൽ ഇങ്ങനെ കത്തുന്നുണ്ട്. അപ്പൊ നമ്മുടെ ആമിക്കും കുഞ്ഞാറ്റക്കും പണ്ട് മൂന്നാറ് പോയപ്പോ ക്യാമ്പ് ഫയർ ചെയ്തൊരു ഓർമ്മ വന്നപ്പോ 2-3 സ്റ്റെപ്പ് ഇടണോന്ന് പറഞ്ഞ് ഞങ്ങൾ അതിന്റെ മുന്നിൽ ചുമ്മാ ഒരു നൃത്തം ചെയ്തു കിട്ടാം. അപ്പൊ ആരും ഞെട്ടുണ്ടാം. അപ്പൊ അതെല്ലാം കഴിഞ്ഞതാ, കനല് റെഡി ആയിട്ടുണ്ട്. ഇനിയപ്പോ ബാക്കിയുള്ള സാധനങ്ങളും ഞാൻ റെഡിയാക്കാൻ വേണ്ട. ചകിരി വേണം, പിന്നെ കുറച്ച് ഓടിന്റെ കഷ്ണങ്ങൾ വേണം. അതിന് പകരം എനിക്ക് കിട്ടിയത് കുറച്ച് ഇഷ്ടിക കഷ്ണങ്ങളാണ് കേട്ടോ. ഓട് ഇവിടെ എങ്ങും കാണാനില്ല, അപ്പൊ ചകിരി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കൂട്ടിയിട്ട് നമുക്ക് ആ ഒരു പ്ലാന്റ്, അതായത് നമ്മുടെ ഓർക്കിഡിനെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം കേട്ടോ അതിന്റെ ഉള്ളിൽ. അപ്പൊ ഞാൻ കനലൊക്കെ എടുക്കണേട്ടാ. പിള്ളേർ അതിന്റെ ഇടയ്ക്ക് വന്നത് കുറച്ചൊക്കെ പൊടിച്ച് കളഞ്ഞിട്ടാ. അപ്പൊ ഐറ്റംസ് റെഡി ആയിട്ടാ. ഇഷ്ടിക കഷ്ണങ്ങള്, കനല്, ചിരട്ടക്കരി, പിന്നെ നമ്മുടെ ചകിരി, പിന്നെ അത് നടാനുള്ള പോട്ട് എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ ഓർക്കിഡിനെ ചെടിച്ചട്ടിന്ന് നല്ല സൂപ്പറായിട്ട് അടർത്തി എടുക്കാം. വേരൊന്നും പോകാതെ എടുക്കണം എന്നൊക്കെ വിചാരിച്ച് ഞാൻ തട്ടിക്കൊടുത്തപ്പോ മണ്ണ് മൊത്തം പുറത്തേക്ക് പോന്നിട്ടാ. പക്ഷേ സംഭവം കുഴപ്പമില്ല, അതിന്റെ വേര് എന്തായാലും നല്ല അടിപൊളിയായിട്ട് പൊട്ടിപ്പോതെ കിട്ടിയിട്ടുണ്ട്. കുഴപ്പമില്ലാതെ കിട്ടി. ഇനി നമുക്ക് അതിലേക്ക് ഇറക്കി വെക്കാം അല്ലെ. അപ്പൊ 2 പോട്ടാണ് എന്റെ കയ്യിലുള്ളത്. അപ്പൊ അതിലാണ് ഞാൻ സെറ്റ് ചെയ്യാൻ പോണത്. അപ്പൊ ആദ്യം എന്താ ചകിരി വെച്ച് കൊടുത്തു, പിന്നെ അതിലേക്ക് കുറച്ച് ഇഷ്ടികപ്പൊടിയും, പിന്നെ ഇഷ്ടികപ്പൊടി പറ്റുമോന്ന് എനിക്ക് അറിയില്ല, എന്നാലും ഓടിന് പകരം ഞാൻ ഇട്ടതാണ് കേട്ടോ. അപ്പൊ നമ്മുടെ കരി ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഓർക്കിഡിനെ അതിനകത്തേക്ക് വെച്ചു. എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല കേട്ടോ ഓർക്കിഡ് നട്ടിട്ട്. എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു ഓർക്കിഡ് പ്ലാന്റ് ഇങ്ങനെ ചെയ്യുന്നത്. സംഭവം റിസൾട്ട് എന്താവാന്ന് അറിയില്ല, നമുക്ക് എന്തായാലും നോക്കാം. ഇങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ ചെയ്ത് പഠിക്കുന്നത്. കുറെ അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത് പോലെ പഠിച്ചെടുക്കാം നമുക്ക്. അപ്പൊ ഓർക്കിഡ് ഞാൻ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പൊ ഇതാ ഒരെണ്ണം റെഡിയാക്കി കഴിഞ്ഞു, ഇനി ഒരെണ്ണം കൂടി ബാക്കിയുണ്ട്. ഇത് കണ്ടോ, കുഴപ്പമില്ല, ഇത് വളർന്ന് കിട്ടിയാൽ മതി എന്നാണ്. അപ്പൊ അടിപൊളിയായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതാ 2ഉം ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് എന്നുള്ളത്. ഇനി ഇത് തൂക്കാനുള്ള ഒരു പ്ലേസും കൂടി ഒപ്പിക്കണം. അപ്പൊ ഇത് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിതാ നമ്മുടെ മാവിന്മേൽ ഇതാ കയറ് കെട്ടിയൊക്കെ തൂക്കിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഉള്ള സൗകര്യത്തിലൊക്കെ സെറ്റാക്കി വെച്ചു. അപ്പൊ നമ്മുടെ മാവാണിത്. അപ്പൊ മാവിന്റെ 2 സൈഡിലായിട്ട് ഇതാ തൂക്കിയിട്ടിട്ടുണ്ട്. ഇനിയിപ്പോ ഇത് എങ്ങനെയാണെന്നൊന്നും എനിക്ക് അറിയില്ല. അപ്പൊ ഞാൻ ഡെയിലി വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കണം. അത് കൊടുത്തു കഴിയുമ്പോൾ ഇത് വളരുമായിരിക്കും. കുറെ നാളായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു പലയിടത്തും കാണുമ്പോൾ ഓർക്കിഡ് ഇങ്ങനെ നടണമെന്നുള്ളത്. അപ്പൊ പിന്നെ എന്റെ ബാക്കി ചെടികളൊക്കെ കണ്ട നല്ല ഉഷാറായിട്ട് ഇവിടെ വളർന്നു നിൽക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല, എല്ലാവരും നല്ല അടിപൊളിയായിട്ട് വളരുന്നുണ്ട് കേട്ടോ. പിന്നെ എന്റെ മണി പ്ലാന്റ് ഇവിടെ ഉണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ ചെടിയുമായിട്ടുള്ള വീഡിയോ. മണി പ്ലാന്റുകൾ ഇനി കുറച്ച് മാറ്റി വെള്ളമൊക്കെ മാറ്റാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ആമിക്കുട്ടി ഇവിടെ നടക്കുന്നുണ്ട്, നമ്മുടെ പപ്പി ഇവിടെ നടക്കുന്നുണ്ട്. അപ്പൊ എല്ലാരും എന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.